Hi all, welcome to Cricket Mania. Match number 47, Gujarat Titans vs Rajasthan Royals. വൈഭവ് സൂര്യവംശിയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിൽ രാജസ്ഥാൻ റോയൽസ് 15.5 ഓവറിൽ വിജയലക്ഷ്യം കണ്ടു. ഗുജറാത്തിനെ തോൽപ്പിച്ച് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തി. എന്തായാലും ഈ കളിയുടെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ രണ്ട് ടീമുകളുടെയും പ്ലേയിങ് 11 നമുക്ക് നോക്കാം. രാജസ്ഥാന് വേണ്ടി യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ഓപ്പൺ ചെയ്തപ്പോൾ നിതീഷ് റാണ, ധ്രുവ് ജോറൽ, റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മേർ, വസുന്ധു ഹസരംഗ, ജോഫ്ര ആർച്ചർ, മഹേഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, യുദ്വീർ ചഹരക് ഇതായിരുന്നു അവരുടെ പ്ലേയിങ് 11. ഗുജറാത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ശുഭ്മൻ ഗിൽ, സായി കിഷോർ, വാഷിംഗ്ടൺ സുന്ദർ, ഷാരൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, കരീം ജനത്ത്, റഷീദ് ഖാൻ, സായി കിഷോർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ ഇതായിരുന്നു ഗുജറാത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 4 വിക്കറ്റിൽ 209 റൺസാണ് 20 ഓവറിൽ അടിച്ചു കൂട്ടിയത്. ഓപ്പണേഴ്സായ സായി സുദർശൻ 39 അടിച്ചപ്പോൾ ശുഭ്മൻ ഗിൽ 84 റൺസ് അടിച്ചു. 50 റൺസായി നോട്ട് ഔട്ടായ ജോസ് ബട്ട്ലർ കളിയിൽ നല്ലൊരു ഫിനിഷിംഗാണ് ഗുജറാത്തിന് നൽകിയത്. 13 വാഷിംഗ്ടൺ സുന്ദറും 9 രാഹുൽ തിവാട്ടിയും ഔട്ടായപ്പോൾ 5 റൺസ് അടിച്ച് ഷാരൂഖ് ഖാനും ക്രീസിലുണ്ടായിരുന്നു. ബൗളിങ്ങിൽ മഹേഷ് തീക്ഷ്ണയ്ക്ക് മാത്രമാണ് രാജസ്ഥാന് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. 4 ഓവർ എറിഞ്ഞ മഹേഷ് തീക്ഷ്ണ 35 റൺസ് കൊടുത്തപ്പോൾ 2 വിക്കറ്റുകളാണ് ടീമിന് വേണ്ടി നേടിക്കൊടുത്തത്. 8.75 ആയിരുന്നു താരത്തിൻ്റെ എക്കോണമി. മറുപടി ബാറ്റിങ്ങിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തമ്മിൽ ഒരു വെടിക്കെട്ട് ഓപ്പണിംഗ് തന്നെയാണ് രാജസ്ഥാന് നൽകിയത്. 10 ഓവറിൽ 150 കടന്നിരുന്നു രാജസ്ഥാൻ. യശസ്വി ജയ്സ്വാൾ 70 റൺസ് അടിച്ചപ്പോൾ വൈഭവ് സൂര്യവംശി 101 റൺസാണ് രാജസ്ഥാന് വേണ്ടി നേടിയത്. നിതീഷ് റാണ 4 റൺസ് അടിച്ച് ഔട്ടായപ്പോൾ പിന്നാലെ വന്ന ക്യാപ്റ്റൻ റിയാൻ പരാഗ് 15 പന്തിൽ 32 റൺസുമായി ക്രീസിലുണ്ടായിരുന്നു. ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ റിയാൻ പരാഗ് റോൾ ചെയ്തു. ബൗളിങ്ങിൽ നോക്കുകയാണെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 4 ഓവറിൽ 47 റൺസ് കൊടുത്താണ് ഒരു വിക്കറ്റ് കിട്ടിയത്. എന്നാൽ റഷീദ് ഖാൻ മാത്രം 4 ഓവറിൽ 24 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് നേടി ഈ കളിയിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. രണ്ട് ടീമിൻ്റെയും ഒരു പവർ പ്ലേ സ്കോർ കാർഡ് നമുക്ക് നോക്കാം. ഗുജറാത്ത് ടൈറ്റൻസ് 53 റൺസ് പവർ പ്ലേയിൽ അടിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസ് 87 റൺസാണ് അടിച്ചത്. മിഡിൽ ഓവേഴ്സ് 7 തൊട്ട് 15 വരെയുള്ള ഓവേഴ്സിൽ ഗുജറാത്ത് ടൈറ്റൻസ് 96 റൺസ് അടിച്ചപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടു. രാജസ്ഥാൻ റോയൽസ് 112 റൺസ് അടിച്ചപ്പോൾ 2 വിക്കറ്റാണ് രാജസ്ഥാന് നഷ്ടപ്പെട്ടത്. ഡെത്ത് ഓവർ അഥവാ 16 to 20 ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസ് അടിച്ചത് 60 റൺസാണ്. 3 വിക്കറ്റുകൾ ടീമിന് നഷ്ടമായപ്പോൾ രാജസ്ഥാൻ വെറും 13 റൺസ് മാത്രം അടിച്ചുള്ളൂ. 0.5 ഓവേഴ്സാണ് രാജസ്ഥാൻ കളിച്ചത് തന്നെ ഡെത്ത് ഓവറിൽ. എന്തായാലും റൺ റേറ്റിൽ വളരെ മുമ്പിലായിരുന്നു രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഈ വിജയലക്ഷ്യം അവർക്ക് നേടാൻ സാധിച്ചത്. ഇനി പോയിൻ്റ് പട്ടികയിൽ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ 8ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു. 10 കളികളിൽ നിന്നും 3 വിജയവും 7 തോൽവിയും അടക്കം 6 പോയിൻറ്റോടെ രാജസ്ഥാൻ ഇപ്പോൾ 8ാം സ്ഥാനത്താണ്. ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ 3ാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു. 9 കളികളിൽ നിന്നും 6 ജയവും 3 തോൽവിയും അടക്കം 12 പോയിൻറ്റോടെ ഗുജറാത്ത് 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.